ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം വിശുദ്ധ വേദ പുസ്തകത്തിൽ എഫെസ്യ ലേഖനം 1-ാമത്തെ ആയത്തിലെ അതിൻ്റെ 3-ാമത്തെ വാക്യം അല്ലെങ്കിൽ 4-ാമത്തെ വാക്യം. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ സൗജന്യമായി നൽകിയ മതി. ഈ വചനത്തെ തിരുക്കത്തിൽ വചനത്തിന്റെ വാതിലുകൾ തുറക്കും. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആത്മസാന്നിധ്യം നമ്മെ കേൾക്കുന്നവരിലേക്ക് വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ മഹത്വം അതിൽ കൂടെ വെളിപ്പെടട്ടെ. അവൻ മേഘാരൂഢനായി വരുന്ന ദൈവത്തിന്റെ ശക്തി ഈ വചനത്തിൽ കൂടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് യേശു ആരാണെന്നൊരു തിരിച്ചറിവുണ്ടാകട്ടെ. യേശു മൂലം പ്രാർത്ഥന തന്നെ പിതാവേ, ആമേൻ. എഫെസ്യ ലേഖനത്തിൽ ആമേൻ ക്രിസ്തു യേശുവിലാണ് നിങ്ങളെ ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം തിരഞ്ഞെടുത്തത്. ലോകസ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല. യേശുക്രിസ്തു BC AD ജനിച്ച യേശുക്രിസ്തു ജനിക്കും മുമ്പേ, ദൂതന്മാര് സൃഷ്ടിക്കും മുമ്പേ ആമേൻ യേശുക്രിസ്തു നമ്മെ പിതാവിൽ കണ്ടു. നമ്മൾ ആദ്യം കണ്ടത് പിതാവിലാ കണ്ടത്. പിതാവിൽ കൂടെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ കണ്ടത്. പിതാവ് ഇരുന്നപ്പോ പിതാവിന്റെ ഉള്ളിൽ യേശു ഇരുന്നു. പിതാവ് ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കയാ ആരെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ കണ്ടു. അത് പിതാവ് ഇങ്ങനെ നോക്കുമ്പോ പിതാവ് നോക്കും, ക്രിസ്തു ഉള്ളിലിരുന്ന് അത് വാച്ച് ചെയ്യുന്നു. അതാണ് പഴയ ഏർപ്പാട്ടിലകത്ത് അവൻ പിതാവിന്റെ ഉള്ളിലാ ക്രിസ്തു ഇരുന്നത്, പിതാവിന്റെ ഉള്ളിലാ യേശു ഇരുന്നത്. ആ പിതാവിന്റെ ഉള്ളിൽ നിന്നാണ് യേശു ഇങ്ങനെ വെളിപ്പെടുന്നത്, മാംസമായി വെളിപ്പെടുന്നു. ആ ദൈവത്തിന്റെ വചനം മാംസമായി വെളിപ്പെടുന്നു. പിതാവിന്റെ ഉള്ളിൽ നിന്ന് ഓരോ വാക്കുകളും ആ വചനത്തിന്റെ വാക്കുകളും ഒരു രൂപം കൊണ്ട് വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു. അവനാണ് പറഞ്ഞത്, ലോകസ്ഥാപനത്തിനുമേ എന്നെ നിങ്ങളെ കണ്ടെത്തി. ലോകസ്ഥാപനത്തിനുമേ കണ്ടെത്തുമ്പോ പഴയ ഏർപ്പാട്ടുകാരെ കണ്ടെത്തിയില്ല. ക്രിസ്തുവിൽ പഴയ ഏർപ്പാട്ടുകാരെ കണ്ടെത്തിയില്ല, പുതിയ ഏർപ്പാട്ടുകളെ കണ്ടെത്തിയ. പുതിയ ഏർപ്പാട്ടുകാരെന്ന് പറഞ്ഞാൽ അവൻ സ്നാനമെടുത്തവരെ മാത്രം കണ്ടെത്തി, തഴുപ്പി സ്നാനമെടുത്തവരെ കണ്ടെത്തിയില്ല. വേദപുസ്തകത്തിൽ എങ്ങനെ കണ്ടെത്തി? സ്നാനത്തെക്കുറിച്ച് ആദ്യത്തെ സ്നാനം എവിടെ കിടക്കുന്നു? നോഹയും കൂട്ടരും 8 പേര്. അത് നിങ്ങൾ പത്രോസിൽ വായിച്ചാൽ അറിയാം. അവിടെ പറഞ്ഞിരിക്കുന്നു 8 പേര് പെട്ടകത്തിൽ കൂടെ കടന്നു. അത് സ്നാനത്തിനൊരു മുൻകുറി. ആദ്യത്തെ സ്നാനം. ആ 8 പേരും ദൈവരാജ്യത്തിൽ ഒരാൾ പോണെങ്കിൽ അവര് സ്നാനമെടുത്തേ പറ്റൂ. തളുപ്പ് സ്നാനവും കുപ്പിയിൽ പുരട്ടുന്നതും അവൻ ചർച്ചിൽ കൊണ്ടത് പനിനീർ കളിക്കുമ്പോൾ തലയിൽ തളിക്കുന്നത് സ്നാനമല്ല. പഴയ പാട്ടിലെ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ജലത്തിൽ കൂടെ അവർ കടന്നുപോയത് 8 പേരാ. അത് സ്നാനത്തിനൊരു മുൻകുറി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സ്നാനം ക്രിസ്തുവിൽ ലോകസ്ഥാനത്തിനു മുമ്പ് നമ്മളെ കണ്ടെങ്കിൽ നീ സ്നാനമെടുത്താൽ ആ ക്രിസ്തുവിന്റെ ഉള്ളിനകത്ത് പ്രവേശിക്കാൻ പറ്റും. സ്നാനമെടുത്തില്ലെങ്കിൽ ഏത് സഭയായിരുന്നാലും ശരി തന്നെ, ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഏത് സഭയായാലും ശരി തന്നെ, ഏത് ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് ആരാധിക്കുന്ന സഭയായാലും ശരി തന്നെ, ക്രിസ്തുവിന്റെ പേര് മാത്രം മുമ്പിൽ വെക്കുന്നു, പക്ഷെ സ്നാനമില്ലാത്ത ഉപദേശങ്ങൾ. അവൻ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പോലും പറയുന്നു, അവനെ കുളിച്ച് വെള്ളത്തിനകത്ത് കുളിച്ച് കരയേറി പാവകർമ്മവുമാ എന്ന് പറയുന്നു. ഈ ഭാവത്തിൽ നിന്ന് ആര് വിടുവിക്കും? എവിടെയാണ് സത്യം, എവിടെയാണ് നീതി, എവിടെ ധർമ്മം എന്നും പറയുന്നു. അവരും സ്നാനമെടുക്കുന്നു.
പക്ഷേ ദൈവസഭകൾ സ്നാനം എന്താണെന്ന് അറിയില്ല. സ്നാനം അവർ പറയുന്നു പനിനീര് പോലെ വായിച്ച് കളിക്കുക. പക്ഷെ ഒരു വ്യക്തി സ്നാനമെടുത്താല് അവൻ ലോകസ്ഥാനത്തിനു മുമ്പ് ദൈവം കണ്ടെത്തിയത് ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടുന്നു. സ്നാനമെടുത്തില്ലെങ്കിൽ നിവർത്തിക്കാൻ പറ്റുകയില്ല. എന്താണ് സ്നാനം? സ്നാനം പലതുമുണ്ട്. ആത്മസ്നാനമുണ്ട്, അഗ്നിസ്നാനമുണ്ട്, ജലത്തിന്റെ സ്നാനമുണ്ട്. ജലത്തിന്റെ സ്നാനം എടുക്കുമ്പോ ആത്മസ്നാനം വെളിപ്പെടുന്നു, ആത്മസ്നാനം എടുക്കുമ്പോ അഗ്നിസ്നാനം വെളിപ്പെടുന്നു. അതാ സ്നാനം. അപ്പൊ ഒരു യേശുവിൽ മുങ്ങുമ്പോൾ, അവൻ യേശുവിനെ കുറിച്ച് മുങ്ങുമ്പോൾ, യേശുവിനെയും പിതാവിനെയും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുങ്ങുമ്പോൾ ഒരു വ്യക്തിയില് 3 ദൈവിക ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. 1 ജലത്തിന്റെ സ്നാനം, 2 ആത്മസ്നാനം, 3 അഗ്നിസ്നാനം. ഈ സ്നാനം മൊത്തം അവൻ ദൈവത്തിന്റെ ആത്മാ വ്യാപരിക്കുന്നു. അതിലാണ് ഒരു വ്യക്തി ദൈവത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ ദൈവത്തിൽ അറിയപ്പെടുക. രണ്ടാമത്തെ സ്നാനം എവിടെ കിടക്കുന്നു പറഞ്ഞാൽ, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവരൊരു സ്നാനമെടുത്തു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തില് ഒരു കൂട്ടം ജനങ്ങള് ചെങ്കടലിനകത്തൂടെ സ്നാനമെടുത്തു. മേഘത്തിൽ കീഴും ചെങ്കടലും സ്നാനമെടുത്തു. അപ്പൊ പഴയ ഏർപ്പാട്ടിനകത്തും വിശ്വാസികൾ സ്നാനമെടുത്തു. അവിടെയും കുപ്പിയിൽ തളിച്ചില്ല. എന്താ? പഴയ ഏർപ്പാട്ടിൽ സമാധാന കൂടാരമുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മുമ്പിൽ കൂടിയെടുത്ത് രക്ത ഉടമ്പടിക്ക് രക്തം തന്നെ തളിക്കപ്പെട്ടു. പക്ഷെ അവിടെ സ്നാനമല്ല. പക്ഷേ ഇവര് ജലത്തിൽ കൂടെ കടന്നു വന്നപ്പോ സ്നാനമായി മാറി. അപ്പൊ സ്നാനം വേദപുസ്തകത്തിനകത്തുണ്ട്. അടുത്ത സ്നാനം വേദപുസ്തകത്തിൽ പറയുന്നത് അവൻ ഒരു മനുഷ്യന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിനാണ് സ്നാനം. അത് എവിടെ സകല മാലിന്യങ്ങളെയും അവന്റെ പുറമായുള്ള മനുഷ്യന്റെ അകമായ ഹൃദയത്തിന്റെ മാലിന്യവും പുറമായുള്ള മാലിന്യവും ചുട്ടരിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട് വേദപുസ്തകത്തിനകത്ത്. യെശയ്യാപ്രവചന പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോ അവിടെ തമിഴും മലയാളവും തമിഴത്തിന് വ്യത്യാസമുണ്ട്. അവന്റെ സകല മാലിന്യങ്ങളെയും അവന് അഴുക്കയും കഴുകി അവനെ ചുട്ടരിച്ച് അവന്റെ പേര് അവൻ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. അങ്ങനെ അവിടെ പറഞ്ഞിരിക്കും. പേരെഴുതി കാണുവാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ സ്നാനത്തെ കുറിച്ചുള്ള അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് സ്നാപയോഹന്നാൻ വരുന്നു. സ്നാനക്കടലിൽ നിന്ന് പറയുന്നു. സ്നാപകടലിൽ നിന്ന് പറയുന്നു അവൻ മരുഭൂമിയിൽ വഴിയൊരുക്കാൻ വന്നത്. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്നവൻ. ഇന്ന് പകലും നിങ്ങളുടെ മനസ്സിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നത്, യേശു ക്രിസ്തു സ്നാനം എടുക്കാൻ വന്ന വ്യക്തിയാണ്. പക്ഷെ സ്നാനം കൊടുക്കുവാൻ ദൈവം കണ്ട ഒരു വ്യക്തി സഹറിയാവിൽ നിന്നും എലിസബത്തിൽ നിന്നും ജനിച്ച സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്നാപയോഹന്നാൻ എലിസബത്ത് വാർദ്ധക്യത്തിൽ വയസ്സായ ഒരാളാണ്. വയസ്സായ ഒരാളെ ശരീരത്തില് ദൈവത്തിന്റെ ഏലിയാവിന്റെ ആത്മാവോട് ഒരാളിലേക്ക് എലിസബത്തിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചു. എലിസബത്തിന്റെ ഗർഭപാത്രത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചപ്പോ ഇവര് ഗർഭിണിയാവുന്ന പറഞ്ഞ. ഇത് സഹറിയ എവിടെ ഇരിക്കുന്നു? ദൈവാലയത്തിന്റെ മന്ദിരത്തിനകത്തിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എലിസബത്ത് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാനെന്ന് വിടണം പേര്. അപ്പോൾ ഞാൻ ഇങ്ങനെ വയസ്സെന്നല്ലേ ഇരിക്കുന്നേ, അവിശ്വാസം അവിടെ ഉണ്ടായി. അതുകൊണ്ട് ഇത് നടക്കുന്ന നേരം നീ എന്ത് ചെയ്യും? വാതുറക്കാതെ ഇരിക്കും. വിശ്വാസമില്ലാത്തവർക്ക് വാതുറക്കുകയില്ല. സ്നാനത്തെ കുറിച്ച് വിശ്വാസമില്ലാത്തവര്, സ്നാനത്തെ കുറിച്ച് തിരിച്ചറിയില്ലാത്തവര് വാതുറക്കരുതെന്നാ പറയണത്. അവരിന്ന് അടയ്ക്കപ്പെട്ടവരാ. യഥാർത്ഥ ജലസ്നാനം എടുക്കാത്തവര്, ജലത്തിൽ മുങ്ങി സ്നാനം എടുക്കാത്തവര് അവർ ഇന്നും അടയ്ക്കപ്പെട്ടവരാ. എവിടെ? വായടയ്ക്കപ്പെട്ടവരാ. അവരവാ ബന്ധിക്കപ്പെട്ടവരാ. അവരവാ ബന്ധിച്ച് മൂടിയിരിക്കുന്നു. സ്നാനം എന്ന് പറഞ്ഞ എന്തെന്ന് പറയും. CS ആവത്ത് പറഞ്ഞ പോലെ ഞങ്ങള് വർഷങ്ങൾ എൻ്റെ അപ്പൻ CS-കാരൻ, ഞാൻ CS-കാരൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് കാരനായാലും ശരിയല്ല, ഒരുത്തൻ ഇന്ന് അനേകം ഓടിച്ച് CS പാസ്റ്റർ എന്തിനു സ്നാനം എടുക്കണ, വിശ്വാസം എന്ത് പറ്റിക്കണെന്ന് വെച്ചു. അവരിങ്ങനെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ സത്യമാ, സ്നാനം എടുത്തില്ലെങ്കിൽ ആത്മാവിന് ഉള്ളിൽ വരികയില്ല. സ്നാനമെടുത്താലേ നിങ്ങൾ ദൈവരാജ്യം പോകാൻ പറ്റും. സ്നാപയോഹന്നാൻ
അവൻ ഒരിക്കലും വയസ്സെന്ന് വൃത്തരായ ഉള്ളിനകത്ത് പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയെ സ്നാനം എടുക്കുവാൻ സ്നാനക്കടവിൽ ഒരുക്കിയെങ്കിൽ അവിടെയാണ് യേശു കടന്നു വന്നത്. ഒരു പുരോഹിതനെ ഒരുക്കി യേശുവിന് മാത്രമല്ല സ്നാനം കൊടുക്കുക, പഴയ ഏർപ്പാട്ടിൽ പാപമോചനത്തിന്റെ സ്നാനം കൊടുക്കുവാൻ അവൻ, അത് പുതിയ ഏർപ്പാട്ടില് യേശു ക്രിസ്തുവാണ് ആത്മസ്നാനത്തെ കൊണ്ടുവരുന്നത്. ഈ പാപമോചനത്തിന്റെ സ്നാനം കൊടുക്കുമ്പോ യേശു ക്രിസ്തു പാവമറിയാത്തവൻ, ആ പാവമറിയാത്തവരെ അവൻ ഈ പാവമോചനത്തിന്റെ സ്നാനത്തിലേക്ക് വരുന്നു. അവൻ പറയുന്നു, എന്റെ പിന്നാലെ വരുന്ന ഒരുത്തൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാതിൽപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ ചുങ്കക്കാരും പാവികളും ദേശികളും വരുന്നു. അവൻ ചുങ്കക്കാരും പാവികളും ദേശികള് അടുത്ത് പറയുന്നു. അവിടെ ഈ കരവ് വായിക്കുന്നവരും അടുത്ത് പോലീസുകാരന്മാരും മിലിറ്ററിക്കാരും പറഞ്ഞു. അവൻ പറയുക, അവൻ നിങ്ങൾക്കുള്ള ശമ്പളം മതി, അതിൽ കവിഞ്ഞ് നീ കൈക്കൂലി വായിക്കാതെ ഉള്ളത് വന്ന് തൃപ്തിയാവുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ. ഞങ്ങൾ എന്ത് ചെയ്യണം? നീ ഉള്ളത് കൊണ്ട് തൃപ്തിയാവും, നീ എന്റെ കൈക്കൂലി വായിക്കണ ഇന്ന് പറഞ്ഞിട്ടാണ് സ്നാനം കൊടുക്കുന്നത്. ഞങ്ങൾക്കുള്ളത് മതി, നീ കൈക്കൂലി വായിക്കണ്ട എന്ന് പറഞ്ഞാൽ സ്നാനം കൊടുക്കുക. അവനാ പിന്നാലെ യേശു വന്നു. യേശുവിന്റെ കാലത്താ അവൻ യേശുവെ യോഹന്നാൻ സ്നാനം കൊടുക്കുന്നു. നസറേത്തിൽ നിന്ന് യോർദാനിലേക്ക് വന്നെങ്കിൽ 60 കിലോമീറ്ററോളം ഉണ്ട്. ഈ 60 കിലോമീറ്ററോളം യേശു സ്നാനമെടുക്കാൻ നടന്നു വന്നു. ഇന്ന് ആൾക്കാർ പറയുന്നു സ്നാനമേ വേണ്ട. അവൻ എന്തോ യേശു ക്രിസ്തു കാഴ്ച ഒരു മാർഗതയാ. അവൻ ആത്മീക കൂട്ടായ്മ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ബെന്തക്കോസ് സഭയില്ല. ബെന്തക്കോസ് എന്ന് പറഞ്ഞ ഒരു പെരുന്നാളാ, 50-ാം ദിവസമാ ബെന്തക്കോസ് ഒരു പെരുന്നാളാ. പക്ഷെ സഭ ഒരു ആത്മാവിന്റെ സഭയാ, അല്ലെങ്കിൽ സഭ യേശുവിന്റെ ശരീരമാ. യേശുവിന്റെ ശരീരം വെച്ചിട്ടാ സഭയിലുള്ള ആൾക്കാർ കളിക്കുന്നത്. ദൈവമക്കളും കളിക്കാറുണ്ട്. ഇന്നിരിക്കുന്ന കളി അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്തായാലും അറിയാം. സ്നാനമെടുത്ത ദൈവമക്കള് വസ്ത്രാലങ്കാരങ്ങൾ വ്യത്യാസം വരുന്നു, അവർ മുഖ അലങ്കാരങ്ങൾ വ്യത്യാസം വരുന്നു. സ്നാനമെടുത്ത ഉടമ്പടി മാറ്റി നടക്കുന്നു. ദൈവം സൃഷ്ടിച്ച ശരീരത്തിൽ, ദൈവം ദത്തെടുത്ത ശരീരത്തിൽ, ഇവിടെ പറഞ്ഞ പോലെ ദൈവം ദത്തെടുത്ത ശരീരത്തിനകത്ത് ഐബ്രോ എടുക്കുന്നു. അവൻ ഷാളിടാതെ നല്ല ധരിക്കുന്നു. ാണ് അവൻ. ദൈവമക്കൾ മനസ്സിലാക്കരുത്, അവൻ ബൈബിൾ പറയുന്നു മോഹം ജനിക്കുമാറ് അവൻ പാപത്തിനെ ചിന്തിക്കല്ലെന്ന്. അവൻ നിങ്ങൾ വസ്ത്രം നേരെ ഇട്ട മോഹം ജനിക്കയില്ല. വസ്ത്രം നേരെ ഇടാത്തതാണ് മോഹം ജനിക്കുന്നത്. നിങ്ങള് ഇന്ത്യയിലകത്ത് കല്യാണം കഴിക്കുന്നവര് നല്ല കല്യാണത്തിന് നല്ല ഡ്രസ് ഇടുന്നല്ലോ, യോഗ്യമായ ഡ്രസ് ഇടുന്നല്ലോ. എന്താ ആ കല്യാണത്തിന് അങ്ങനെ വെട്ടിക്കിടുന്നതും അവൻ ബാക്ക് കെട്ടിയതും ഫ്രണ്ട് കെട്ടിയതും ഇടാത്തത്? അന്ന് യോഗ്യമായ ഡ്രസ് ഇടുന്നല്ലോ. നിങ്ങൾ ദൈവത്തിലുള്ളവര് നിങ്ങളെ ശരീരത്തിനെയും വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു. എവിടെ? കാലാകാലങ്ങൾക്ക് ലോകസ്ഥാപനത്തിനുമേ വിലയ്ക്ക് വാങ്ങിച്ചതാ. ചിലര് പറയുന്നു എന്റെ വസ്ത്രത്തിന്റെ വില അറിയാമോ? 20,000. 2 മാസം 3 മാസം 38 പോണ്. പാവപ്പെട്ടവർ കൊടുത്തിത് അവൻ വേദപുസ്തകം പറയുന്നു. ഇവിടെ പറയുന്നു എഫേസ്യർ 2:10, നിങ്ങൾ ക്രിസ്തു യേശുവിൽ സൽപ്രവർത്തിക്കാർക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് ദൈവം മുന്നമേ അറിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം നന്മ ചെയ്യാനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവര് നന്മ ചെയ്യണം. ആഡംബര വസ്ത്രങ്ങളും ആഡംബര കാറും ആഡംബരവും കൊണ്ട് നടക്കുന്നതല്ല. അവൻ ആഡംബരത്തിൽ നടക്കുന്നതല്ല, ദൈവികം. അത് ലോകമാ. ലോകം, ജഡം, സാത്താൻ. ഇത് മോഹത്തെ വെച്ച് കൺമോഹം ജഡമോഹം ജീവിതത്തിന്റെ പ്രലാപം. ഇതാ കൺമോഹമാണ് ഇതൊക്കെ കൊണ്ടിടുന്നത്. അവൻ ചിലർക്ക് എത്ര കൊടുത്താലും തൃപ്തി വരുന്നില്ല. ചിലർക്ക് എത്ര വചനം കേട്ടിട്ടും തൃപ്തി വരുന്നില്ല, കുത്തുകൊള്ളുന്നില്ല. ഇതിന്റെ അർത്ഥം അപ്പൊ സ്നാനം യേശുക്രിസ്തുവിന് സ്നാനം കൊടുത്തിട്ടുണ്ടോ വേദപുസ്തകത്തിൽ എന്ന് പരീക്ഷന്മാരെടുത്തൊരു പാട്ടായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോ അവിടെ യേശുക്രിസ്തു സ്നാനം കൊടുത്തെന്ന് അവൻ യഹൂദന്മാർ പാട്ടായപ്പോ യേശുക്രിസ്തുവിനെ സ്നാനം കൊടുത്തത് അപ്പോസ്തലന്മാര് സ്നാനം കൊടുത്തു. യോഹന്നാൻ 4:1 അവിടെ അപ്പോസ്തലന്മാര് സ്നാനം കൊടുത്തു. ആരാൻ? അപ്പോ സ്നാനം അവിടെ പറയുന്നു. സ്നാനം അവിടെയും വ്യക്തമായി പറയുന്നു. റവി നിന്നോടിരുന്നവൻ അനേക ജനങ്ങളെ കൂട്ടി സ്നാനം കൊടുക്കുമെന്ന് പറയുന്നു. അപ്പൊ പറയുന്നു മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല, അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.
അതാ യേശു പറഞ്ഞത്, സ്വർഗത്തുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പിന്നെ ഭൂമിയിലുള്ള പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും? അപ്പോ മനസ്സിലാക്കുന്നത്, സ്നാനം ഒരു വ്യക്തിയുടെ ആത്മരക്ഷയാ, പാവത്തിന് കഴിയുന്നതല്ല. ആദ്യത്തെ മരണ ശുശ്രൂഷ സ്നാനമാ. ഇന്ന് മരണത്തിന് ഭയങ്കര ബാക്സും കെട്ടിവെച്ച്, മരണ ശുശ്രൂഷ ബാക്സും കെട്ടിവെച്ച് ഭയങ്കര, മരിച്ച ശേഷം 10 വരെ സാക്ഷി പറയുന്നത്, മരിക്കുമുമ്പേ സാക്ഷി പറയില്ല. ഒരു വ്യക്തിയോട് മരിച്ചുമുമ്പേ സാക്ഷി പറയില്ല, മരിച്ച ശേഷം സാക്ഷി പറയുന്ന നോക്കണം, കീഴിൽ നിന്ന് സാക്ഷി പറയുന്നു. ഉള്ളവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരെ സമയത്തെ വേസ്റ്റാക്കി. അവൻ ആദ്യത്തെ മരണം ജലത്തിൽ അടക്കപ്പെടണം. കന്നഡത്തിൽ പറയുന്നു സ്നാനമാടും, ഇംഗ്ലീഷിൽ പറയുന്നു മുങ്ങി പൊങ്ങുന്നതാണ് സ്നാനം. കുപ്പിയിൽ കളിക്കുന്ന സ്നാനമില്ല. എന്ന് പറഞ്ഞാൽ ഈ പൊങ്ങി അടിക്കുമ്പോഴാണ് ആത്മാവിന്റെ പ്രവർത്തികൾ ഉള്ളിനകത്ത് കയറുന്നത്. അവൻ യേശുവിന്റെ കാലശേഷവും അവൻ ഈ ശിഷ്യന്മാരുണ്ടല്ലോ, ഇവര് പഴയ പാട്ടിന്റെ സ്നാനം കൊടുത്തു. പക്ഷേ ഈ ശിഷ്യന്മാര് ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ? യേശു വരുന്നപ്പോ ശിഷ്യന്മാര് ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. മനസ്സിലാവും? ഹാലലിയ പറഞ്ഞാട്ടെ. ക്രിസ്തുവിനെ ശിഷ്യന്മാര് ധരിച്ചില്ല. എപ്പോ ധരിച്ചു കേട്ടാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലേക്ക് അവൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നോ, അപ്പോഴാണ് ഒരുത്തൻ ക്രിസ്തുവിനെ ധരിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ വച്ചിരിക്കുന്നത്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പോയി ഞാൻ പറഞ്ഞ പോലെ കൽപ്പനകളെ പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനം കൊടുക്കാൻ പറയും. അപ്പോസ്തലപ്രവൃത്തിയിൽ പറഞ്ഞിരിക്കും 2-ാം അധ്യായത്തില് അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കാൻ പറയുന്നു. അടുത്ത് പറഞ്ഞിരിക്കുന്നു അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുക എന്നൊരു ചുരുക്കി അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലൻ ഷാർട്ടായി എഴുതിയാൽ ഈ ബുക്കൊന്നും അടങ്ങിയില്ല, നിങ്ങൾക്ക് കൊണ്ട് ചമക്കാനും പറ്റില്ല. അപ്പോസ്തലപ്രവൃത്തി ഭയങ്കരമാണ്. അവൻ കടലിന്റെ ആഴത്തെ തേടാൻ പറ്റുമോ എങ്കിൽ ഇതാ ഇരിക്കുന്നത് 28 അധ്യായമുള്ള അപ്പോസ്തലപ്രവൃത്തി ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. അപ്പോസ്തലന്മാരുടെ കാലത്തേർന്ന് അത്ഭുത മലയാളങ്ങള് ആയിരക്കണക്കിന് കോടിക്കണക്കിന് സ്നാനമെടുത്തുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിട്ടില്ല. അടുത്ത് പറഞ്ഞിരിക്കുന്നു, വേദപുസ്തകം പറയുന്നു 8-ാം അധ്യായത്തിലെ യഥാർത്ഥ സ്നാനത്തെ ഫിലിപ്പോസ് ഇവിടെ കണക്കായി കാണിക്കുന്നത്. ഫിലിപ്പോസ് വരിക, ഫിലിപ്പോസിന് ദൈവ ആത്മാവ് തൂക്കിയെടുത്തു. അവൻ മരുഭൂമി, മരുഭൂമിയിൽ വെച്ചാ നീ മരുഭൂമിയിലേക്ക് പോ. ആത്മാവ് കൊണ്ടുപോയി ഫിലിപ്പോസിന് ചന്തന്റെ മുമ്പിൽ നിർത്തി അവൻ വായിക്കുക, അറുക്കാനുള്ള ആടുകളെ പോലെ അവൻ ഊമനായിരുന്നു കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ വചനമാക്കി. ഇത് ആരെക്കുറിച്ച് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ ഒരു വ്യക്തിക്ക് സുവിശേഷം പറഞ്ഞാല് അവന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ പറയാൻ എങ്ങനെ അവൻ തിരിച്ചറിയും? ഷണ്ടമായി വേദപുസ്തകം വായിക്കുന്നു, അവന് തിരിച്ചറിവില്ല. പക്ഷെ തിരിച്ചറിവ് കൊടുക്കുന്നവരാ ഫിലിപ്പോസാ. ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിവില്ല, നിങ്ങളെ തിരിച്ചറിയിക്കുന്നവരാ. അപ്പൊ ഞാനാ നിങ്ങൾക്ക് തിരിച്ചറിവ് തരുന്നത്. അപ്പൊ നിങ്ങളെ തിരിച്ചറിവ് കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ വചനമാ. നിങ്ങൾ ഈ വചനം തിരിച്ചറിയാതെ രക്ഷയുടെ മാർക്കണ്. നിങ്ങൾ ഒരാളത്ത് പറഞ്ഞാല് രക്ഷയുടെ മാർക്കമുണ്ടാകും, നിങ്ങളടുത്ത് പറഞ്ഞില്ലെങ്കിൽ രക്ഷയുടെ വരെ എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നു, അവർ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോള് ഞാൻ പ്രസവേദനപ്പെടുന്നു. എന്നാൽ വചനം ഉള്ളിനകത്ത് കയറുവാൻ ഒരു ദൈവദാസനായ ദൈവമക്കൾക്ക് ടാർച്ചു കൊടുക്കുന്നവർക്ക് അത്ര വേദന ഉണ്ടല്ലോ. അവൻ ആ വ്യക്തി പള്ളിയിൽ നിന്ന് പിന്മാറി പോകുമ്പോ അതാ പൗലോസ് 4 പറയുന്നു, എന്താ നിനക്ക് അനേക തകപ്പന്മാരുണ്ടെങ്കിൽ ക്രിസ്തുവിന് ഞാനില്ലേ നിന്നെ ജനിപ്പിച്ചത്. അപ്പൊ ജനിപ്പിച്ചവന് വിലയോ, അവൻ അനേക ചിറ്റപ്പന്മാരെ തേടിപ്പോകുന്നത് വിലയോ? ഇപ്പൊ മനസ്സിലാക്കണേ, എല്ലാം വേദപുസ്തകത്തിലുള്ള വചന, ഒന്നും കാപ്പി അടിച്ചല്ല. ഷണ്ടൻ പറയുന്നു, ഷണ്ടനും ഫിലിപ്പോസും ചേർന്ന് പറഞ്ഞു. ഷണ്ടൻ പറയുന്നു, എങ്കിൽ എനിക്ക് സ്നാനമാണ്. പറയുന്നു, നീ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് നീ വിശ്വസിക്കുന്നു. അവൻ അവിടെ കിടക്കുന്നുണ്ട, പിതാവും പുത്രനും കൂടെ വരിക. നീ കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രന് വിശ്വസിക്കുന്നു എങ്കിൽ സ്നാനമാകാന്ന്. അത് വിശ്വസിച്ചപ്പോഴാണ് അവൻ കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി സ്നാനം കൊടുത്തു. അവൻ യഥാർത്ഥം ആത്മാവ് ആരെ എടുത്ത്? ഷണ്ടനെ എടുത്തില്ല, സ്നാനം കൊടുത്താണ് ആത്മാവ് തൂക്കിയെടുത്തോണ്ട്.
അതാ മനസ്സിലാക്കണത്. ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു വ്യക്തി വെളിപ്പെട്ട് വന്നത്. എവിടെയോ പോകുന്ന ഷണ്ടൻ, എത്തോപ്യയിൽ പോകുന്ന ആളെ എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുത്താൻ യേശു ചെയ്ത ആത്മാവിന്റെ പ്രവൃത്തി അറിയാമോ? ഇതാ ഫിലിപ്പോസിന്റെ വ്യാപരിച്ച ആത്മാവ്. അവര് അപ്പോസ്തലന്മാരിങ്ങനെ ഇറങ്ങി വന്നപ്പോ ക്രിസ്തു ധരിച്ചതുപോലെ നിങ്ങൾ സ്നാനക്കടലിൽ അകത്ത് ഇറങ്ങി അവൻ ഒരു പാസ്റ്റ് തലയിൽ കൈവച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിനാണ്ട് നിന്നെ സ്നാനപ്പെടുത്തുമെന്ന് പറയുമ്പോഴാണ് അവൻ നിന്റെ ഉള്ളിനകത്ത് ആത്മാവിന്റെ പ്രവൃത്തി ഏറുന്നത്. അവിടെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ക്രിസ്തു പോലെ രൂപം കൊള്ളുന്നത്. അതാ കാലാകാലങ്ങൾക്ക് മുമ്പ് നിന്റെ ദൈവം കണ്ടത്. നിങ്ങൾ ഈ ഭൂമിയിൽ കണ്ടവരല്ല, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവരാ. നിങ്ങൾ ഭൂമിയിൽ കണ്ടവരല്ല, നിങ്ങൾ ഭൂമിയിൽ കണ്ടവരല്ല. അടുത്ത് പറയുന്നു പൗലോസ് സ്നാനം കൊടുക്കുന്നു. എവിടെ? അപ്പോസ്തലർ 19 പൗലോസ് സ്നാനം കൊടുക്കുന്നു. 12 പേര് അവർ പറയുന്നു നിങ്ങൾ ഏത് സ്നാനം? ഞങ്ങൾ സ്നാപക യോഹന്നാൻ പഴയ പാവവചനത്തെ സ്നാന, ഞങ്ങള് അവൻ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു. അപ്പോഴോ പൗലോസ് സ്നാനം കൊടുത്തു. പൗലോസ് സ്നാനം കൊടുത്താട്ട് അവിടെ പറയുന്നു. പക്ഷെ പൗലോസില്ല, സ്നാനം കൊടുത്തത് വേറെയാ. പൗലോസ് പറയും കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഞാൻ അവൻ ഇവര് സ്തേഫാനോസിന്റെ കുടുംബത്തിലല്ല ഞാൻ ആർക്ക് സ്നാനം കൊടുക്കാറില്ല, ഞാൻ സ്നാനം കൊടുക്കുവാനല്ല എന്നെ വിളിച്ചത്, ഞാൻ ക്രിസ്തുവിന്റെ നശിച്ചു വന്ന സുവിശേഷത്തെ കുറിച്ച് അവൻ പറയാനാണ് എന്നെ വിളിച്ചത്, ക്രൂശിന്റെ വചനത്തെ കുറിച്ച് പറയാനാണ് എന്നെ വിളിച്ചത്. അവൻ പറയുന്നു അവർ കൂടെ ഒന്ന് സ്നാനം കൊടുക്കുമ്പോ അവിടെ 12 പേർക്ക് എന്താ സ്നാനം? അവരന്ന് അന്യഭാഷ പറഞ്ഞ് പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്നാനമുണ്ടെങ്കിൽ ക്രിസ്തു ഉള്ളിൽ വരും, സ്നാനമില്ലെങ്കിൽ വരികയില്ല. കളിച്ചെന്ന് പറഞ്ഞ് സ്നാനം വരികയില്ല. കളിച്ച് നിങ്ങളെ വീട്ടിനകത്ത് നിങ്ങൾ ഒരു പറയാ, നിങ്ങളെ വീട്ടിനകത്ത് ഒരു കാര്യം, കുളിച്ചാലേ സ്നാനമാകും. ഒന്ന് മനസ്സിലാക്കുന്നത്, കുളിച്ചാലേ സ്നാനമാകും. നിങ്ങളെ കൊച്ചു പിള്ളേര് തലയിൽ ഇത്തരം വെളിച്ചെണ്ണെടുത്ത് തേച്ചത് സ്നാനമാകുമോ? സ്നാനമാകില്ല. അടക്കം ജലത്തിനകത്തായിരിക്കണം. പഴയ ആദാമിന്റെ മനുഷ്യന് അകത്തിരിക്കുന്ന സർപ്പസന്തതി എന്ന വിത്തകയോ മാറ്റി, ആ വിത്തകയോ മാറ്റുകയാ. അവിടെ വിത്ത് ജലത്തിനകത്ത് നിന്റെ ആ മരണത്തെ അവിടെ അടക്കി അവൻ സർപ്പസന്തതി എന്ന വിത്ത് ആ ജലത്തിനകത്ത് ഒഴുക്കി കളഞ്ഞിട്ട് നിന്റെ ഉള്ളിനകത്ത് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രവേശിച്ച ദൈവം അവിടെയാണ് കാലാകാലങ്ങൾക്ക് മുമ്പ് ക്രിസ്തു യേശുവിൽ നിന്നെ കണ്ടെടുത്തത്. അപ്പൊ മനസ്സിലാക്കണമേ, ഈ ക്രിസ്തു യേശുവിനെ നിങ്ങളെ കണ്ടെടുത്തപ്പോ, അവൻ വേദപുസ്തകത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടെടുത്തപ്പോ നിങ്ങൾ എവിടെയായിരുന്നു അറിയാമോ? ദൈവം പറയുന്നു, നിങ്ങൾ അമ്മയുടെ പിണ്ടാരത്തിൽ ഉരുവാകുമ്പോ നിന്റെ അസ്ഥിക്കൂടുകൾ എനിക്കൊരു മറവായിരുന്നില്ലെന്ന് 139 സങ്കീർത്തനത്തിൽ വായിച്ചാൽ പറയും. നിന്റെ അമ്മയുടെ പിണ്ടാരത്തില് നീ ഉരുവാകുമ്പോ നിന്റെ അസ്ഥിക്കൂടങ്ങൾ എനിക്കൊരു മറവായിരുന്നില്ല. അപ്പോ സ്നാനമെടുത്ത ഒരു വ്യക്തിയുടെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോ നിന്റെ രൂപങ്ങളും നിന്റെ പ്രവൃത്തിയും നിന്റെ ഭംഗിയുമെല്ലാം ദൈവം അവിടെ കാണുകയാ. അതാ നിങ്ങൾ മനസ്സിലാക്കണം. ആ ദൈവത്തെയാ നിങ്ങൾ ആരാധിക്കുന്നത്. അവൻ സ്നാനമെടുക്കാത്ത ഒരു വ്യക്തി, അവൻ രാത്രി മനസ്സിലാക്കണേ, ഈ ശബ്ദം ആര് കേട്ടാലും, ഈ മെസ്സേജ് ആര് കേട്ടാലും, സ്നാനമെടുക്കാത്ത, ജലത്തിനകത്ത് അടക്കപ്പെടാത്ത, അടക്കിയിട്ട് മുങ്ങിപ്പോകാത്ത ഒരു വ്യക്തി ഒരിക്കലും ദൈവരാജ്യം പോയില്ല. റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തില് സ്നാനത്തെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുക. അതെല്ലാ സഭകൾക്കുള്ളത്. റോമാലേഖനം 6 അതിൽ പറഞ്ഞിരിക്കുന്നു, നീ ജലത്തിനകത്ത് അവൻ സ്നാനമെടുക്കപ്പോ നീ അവനോ ക്രിസ്തുവോട് ജലത്തിനകത്ത് അടക്കപ്പെടുക. നീ സ്നാനമറ്റ് കരയേറിയപ്പോ ക്രിസ്തുവോട് നീ ഉയർത്തെഴുന്നപ്പെട്ടു. അപ്പോ സ്നാനമെടുത്തില്ലെങ്കിൽ നീ എങ്ങനെ ക്രിസ്തു വന്നാ ചേരും? ഇവര് പറയുന്നു കളിച്ച സ്നാനമെടുത്താ ചേരുന്നു. ഇല്ല, കളിപ്പ് സ്നാനം ഒരിക്കലും ചേരുകയില്ല. ഇവിടെ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത സകല ഭൂവാസികളും അവൻ തീപ്പോയ്ക്കകത്ത് പോകുമെന്ന്. ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞാലും ചെല്ലാംകുട്ട സാറ് CSL ടിക്കന വാണിയങ്കാല അവൻ എന്താ അനേകർക്ക് CSക്കാർക്ക് സ്നാനത്തിന് ഉപദേശിച്ച ആളാ. അവര് പറയുന്നു, ഒരു വിളിച്ചു, ഈ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോ, ആന്റിക്ക് സുഖമില്ല,
ആന്റി അടുത്ത് ദൈവം പ്രാർത്ഥിക്കാറുന്നപ്പോ 4 വെളിപ്പാട് അമ്മയ്ക്ക് കൊടുത്തു. ഒരു വെളിപ്പാടെന്ന് പറഞ്ഞാൽ അവളെ തലയ്ക്കകത്ത് ഗ്രീഡയിപ്പുണ്ട്, പേരില്ല. രണ്ടാമത്തെ വെളിപ്പാട് അവര് കൊടുത്ത നന്മകളെല്ലാം 4 ആട്ട് വ്യാപിക്കും. 4 ആട്ട് അവൻ ബന്ധക്കോസിന് കൊടുക്കും, അനാഥമണല് കൊടുക്കും, അവൻ മിഷണറി കൊടുക്കും, CSI കൊടുക്കും. ഇതെല്ലാം ഇതെല്ലാം കൊടുത്ത് പറക്കി ഇവര് ദൈവരാജ്യത്തിൽ നല്ല രോഹിണിയായിരിക്കുന്നു. പക്ഷെ തലയിലകത്ത് കീഴമിരിപ്പുണ്ട്, പേരില്ല. അമ്മ പറഞ്ഞു, നീ സ്നാനമെട്. ഇവര് സ്നാനമെടുത്തിൽ ദൈവരാജ്യം പോവുകയില്ലെന്ന്. ഒടുക്കൽ 2-3 ആഴ്ച കഴിഞ്ഞപ്പോ സഹോദരി മരിച്ചു. സ്നാനമെടുത്തിരുന്നെങ്കിൽ ആ കിരീടത്തിനകത്ത് പേരുണ്ടായിരിക്കും. ആ നീതിയുടെ കിരീടം തലയിലിരിക്കുന്ന പേര് വേണ്ടേ? രാജാവിന്റെ മക്കളാണ് നമ്മള്. അപ്പോ രാജാവിന്റെ മക്കൾക്ക് കിരീടം വേണ്ടേ? അതിനാ സ്നാനം. അല്ലാതെ അവര് പറയുന്നത് നിങ്ങൾ തളിച്ചു, അത് സ്നാനമല്ല. അവരൊരു പുരോഹിതൻ, അവരോടെ പോലെ പുരോഹിതനല്ല. ദൈവം എനിക്ക് യോഗ്യരില്ലാത്തവൻ പുരോഹിതനായില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. പുരോഹിതൻ അവൻ അഭിഷേകമുള്ളവനായിരിക്കണം, അവന് സകലം സമർത്ഥനായിരിക്കണം, അവൻ അഭിഷേകത്താൽ നിറഞ്ഞവനായിരിക്കണം. ആ പുരോഹിതനെ സ്നാനം കൊടുക്കുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും സ്നാനം കൊടുത്താൽ സ്നാനമായില്ല. അപ്പൊ അഭിഷേകമില്ലാത്തൊരു സ്നാനം കൊടുക്കുന്ന ഒരു സ്നാനമാകുമോ? ഇല്ല. അഭിഷേകമുള്ളവര്, ദൈവത്താൽ നിയമിക്കപ്പെട്ട അഭിഷേകമുള്ള ഒരു ദൈവദാസന് സ്നാനമാകാമോ? അല്ലാത്തവന് സ്നാനം കൊടുത്താൽ ബന്ധക്കോസ് ക്രിസ്തുവിന്റെ സഭയായാലും ശരിയല്ല, ആരാധിക്കുന്നവര് അഭിഷേകമുള്ളവർ തന്നെ സ്നാനം കൊടുക്കണം. അഭിഷേകമില്ലാത്തൊരു സ്നാനം കൊടുത്താൽ സ്നാനമായല്ല. അവർ പള്ളിയിലകത്ത് വെള്ളം കളിക്കുന്നത് സ്നാനമല്ല. നീ അടക്കപ്പെടണം. റോമാലേഖനം 6 വ്യക്തമായി പറയുന്നു. 1 തൊട്ട് നിങ്ങൾ വീട്ടിൽ പോയി 11 വരെ വായിച്ചു നോക്കി. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കും സ്നാനത്തെ കുറിച്ച്. പൗലോസ് ദൈവസഭകൾക്ക് പറയുക. അപ്പൊ ഒരു വ്യക്തി സ്നാനമായാല് അവന്റെ ഉള്ളിനകത്ത് ക്രിസ്തു ഉണ്ടാവും. ഒരു വ്യക്തി സ്നാനമെടുത്താൽ തന്നെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവെ പോലെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റും. സ്നാനമെടുത്തില്ലെങ്കിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. ഒരു വ്യക്തി സ്നാനമെടുത്താൽ തന്നെ അവൻ കാലാകാലങ്ങൾക്ക് അവൻ ലോകസ്ഥാന ദൈവം കണ്ടത് നിവൃത്തിയാവും. വാക്തത്വം ദൈവം നിങ്ങളടുത്ത് പറഞ്ഞ വാക്തത്വമാ. നിങ്ങൾ സ്നാനമെടുത്ത നിവൃത്തിയായത്, അല്ലാത്തൊരു നിവൃത്തിയായില്ല. പാതാളത്തിൽ ഒരിക്കലും തൃപ്തി വരുന്നില്ല, നരകത്തിനും തൃപ്തി വരുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് പോയി. സ്നാനമെടുക്കുന്നവര് അവൻ വസ്ത്ര അലങ്കാരങ്ങളെല്ലാം ഉചിതമായിരിക്കണം. നമ്മളെ ശരീരം മറക്കണം. നമ്മളെ മുഖത്തിന് ഇങ്ങനെ വെട്ടിക്കറക്കി ഇങ്ങനെ കറക്കി നടക്കരുത്. കറക്കി വെച്ചോണ്ടിരിക്കും പോലെ കറക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് മാർഗതയാ. അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള യേശു പോലെ താടി വളർത്തിക്കൊണ്ട് താടിയും മുടിയും വളർത്തിട നസ്രയനായി മാറി. അത് നസ്രയനാണ്. അതുപോലെ നടന്നാൽ പെണ്ണും കെട്ടണ്ടല്ല. പൈസലോ. അപ്പോ മനസ്സിലാക്കണമേ, യോഗ്യമായി നടക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ ഒരു മാതിരിയായിരിക്കണം. മറ്റവരെ മുമ്പിൽ നമ്മൾ മാതിരിയായിരിക്കണം. അവർ യഹൂദ സ്ത്രീകൾ ആഭരണം ഇടുന്നില്ല. അന്ന് കോരോവിൽ ഊരിയതാ അവര് മൊത്തം അവരെ മുഖം മാത്രം തന്നെ കാണാൻ നേരം, വേറെ ഒന്നും കടലം പൊതിയപ്പെടുന്നു. അതാ യഹൂദത്തിന്റെ അന്നത്തെ കാലം. ഇന്നത്തെ യഹൂദം എങ്ങനെയെന്നറിയില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുള്ളത്, ദൈവ മക്കൾ മനസ്സിലാക്കണമേ, കാലാകാലങ്ങൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു നിന്നെ കണ്ടത് ഇതിനാ. എന്തിന് കണ്ടു? ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ചേരുവാൻ കണ്ടു. ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹീത